KSTA 34 സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം കോഴിക്കോട് നടന്നു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA ചെയർമാനായും മന്ത്രി PA മുഹമ്മദ് റിയാസ്, എളമരം കരീം, P മോഹന മാസ്റ്റർ തുടങ്ങിയവർ രക്ഷാധികാരികളായും 1001 അംഗ സംഘാടക സമിതിയാണ് സമ്മേളന നടത്തിപ്പിനായി രൂപീകരിച്ചത്. സാമ്രാജ്യത്വ ജന്മിത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ എക്കാലവും പൊതുസമൂഹത്തോട് ചേർന്ന് നിന്ന അധ്യാപക പ്രസ്ഥാനം കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ 34 സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം കോഴിക്കോട് നടന്നു. ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. KSTA വിദ്യാഭ്യാസ മേഖലയിൽ സ്വീകരിച്ചു വരുന്ന ശ്രദ്ധേയമായ നിലപാട് സമൂഹത്തിൻ്റെ ആകെ അംഗീകാരം നേടിയിട്ടുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് കോർപ്പറേറ്റുകളുടെ താൽപ്പര്യത്തെ മുൻനിർത്തി 29 തൊഴിൽ നിയമങ്ങൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. പകരം 4 ലേബർ കോഡുകൾ നടപ്പിലാക്കാൻ പോവുകയാണ്. അതുവഴി തൊഴിൽ സമയത്തിൻ്റെ 8 മണിക്കൂർ വ്യവസ്ഥ എന്നത് ഇല്ലാതാവുകയും അത് 12, 14, 16 മണിക്കൂർ വരെ നീളുന്ന ഒരവസ്ഥയിലേക്ക് നിയമത്തിൻ്റെ സംരക്ഷണം നേടാൻ പോവുകയാണ്. ഇത് ആരുടെ താല്പര്യത്തിനാണ്? അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾക്ക് വേണ്ടിയുള്ള നിരന്തര പോരാട്ടങ്ങൾക്കൊപ്പം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിന്ന സംഘടന 34 സംസ്ഥാന സമ്മേളനത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിനിരക്കുക എന്ന സമര മുദ്രാവാക്യവുമായി പരസ്യമായി രംഗത്തേക്ക് വരികയാണ്. കേന്ദ്രത്തിന്റെ എല്ലാ തരത്തിലുമുള്ള എതിർപ്പുകളെയും നേരിട്ടുകൊണ്ട് നവകേരള സൃഷ്ടിക്കായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ടാണ് KSTA 34 സംസ്ഥാന സമ്മേളനത്തിലേക്കുള്ള ചുവട് വയ്ക്കുന്നത്. ഫെബ്രുവരി 14, 15, 16 തീയതികളിലാണ് സമ്മേളനം നടക്കുക. സംഘാടക സമിതി ചെയർമാനായി തോട്ടത്തിൽ രവീന്ദ്രൻ MLAയും കൺവീനറായി KSTA ജില്ലാ സെക്രട്ടറി RM രാജനെയും യോഗം തെരഞ്ഞെടുത്തു. മന്ത്രി PA മുഹമ്മദ് റിയാസ്, എളമരം കരീം, TP രാമകൃഷ്ണൻ, P മോഹനൻ, ബീന ഫിലിപ്പ്, K ചന്ദ്രൻ തുടങ്ങിയവർ രക്ഷാധികാരികളാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.